ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വെളുപ്പിനെ ഒരു 4:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 4:41 ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പല്ലൊക്കെ തേച്ച് ഒരുങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നല്ല തിരക്കായിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ ചേട്ടായിക്ക് ആദ്യം പനി പിടിച്ചു. ആശാന്തി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പനിയായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. വീട് ഷിഫ്റ്റിങ്ങിന്റെ തിരക്കും അത് കഴിഞ്ഞുള്ള ഒതുക്കലും എല്ലാം കൂടി കഴിഞ്ഞപ്പം എല്ലാവർക്കും വയ്യാണ്ടായിട്ടോ. നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് നല്ല മഴയായിരുന്നു. ആ മഴയെല്ലാം ഞങ്ങൾ കൊണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള വർക്കിന്റെ യാത്രകളൊക്കെ കഴിഞ്ഞപ്പം എനിക്കും പനി പിടിച്ചു. എന്നാലും ഉടനെ തന്നെ വീടിന്റെ വീഡിയോസൊക്കെ ആയിട്ട് വരാട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ കാപ്പി ഉണ്ടാക്കി, രണ്ടാളും കുടിച്ചു. അപ്പോഴത്തേക്കും ചേട്ടായി എഴുന്നേറ്റ് കിട്ടോ. എന്നിട്ട് ഞാൻ ഒരുങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെൻസ് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ തന്നെത്താനെ വെക്കാൻ പോകുന്നത്. ഒരു തവണ ട്രൈ ചെയ്തിട്ട് ഭയങ്കര ഫ്ലോപ്പായി പോയതാണ്. അപ്പോഴത്തേക്കും ഞാൻ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം മേടിച്ചു. ഇത് വെച്ചിട്ട് വെച്ചപ്പോഴത്തേനും ശരിയായിട്ടോ. അപ്പോൾ ഈ ഒരു ടൂളിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തന്നെ ആർക്കെങ്കിലും വെക്കാൻ ആഗ്രഹമുള്ളവർ കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു, എങ്കിൽ എങ്ങനെയൊക്കെയോ ഞാൻ ഫൈനലി അതിൻ്റെ ഹെൽപ്പോടുകൂടി വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടൊരു ബ്ലൂ കളറായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ലെൻസ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നേരത്തേന് കണ്ണിനൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ കുറേ നേരം കഴിയുമ്പോഴത്തേക്കും അങ്ങ് സെറ്റാവും. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് വാങ്ങിയ പേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ പോയിട്ട് ആദ്യം സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഇനാഗ്രേഷന് പോവാണ് കേട്ടോ. എനിക്ക് സത്യത്തിൽ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ ഒരു ഷോപ്പ് ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളത്. എനിക്ക് അത്രയും സന്തോഷവും അതുപോലെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് രാത്രിയാണ് കിടന്നിട്ട് ഉറക്കം പോലും വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് രാവിലെ കറക്റ്റ് സമയത്ത് എഴുന്നേറ്റ് ഞാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്കിന്ന് നന്നായിട്ടൊന്ന് ഒരുങ്ങിപ്പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ തന്നെത്താനെ അങ്ങനെ അധികം മേക്കപ്പ് ചെയ്യാറില്ല കേട്ടോ. എനിക്ക് മേക്കപ്പ് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ആരെങ്കിലുമൊക്കെ പരീക്ഷിക്കാനാണ് ഇഷ്ടം. എന്നാൽ ഇന്ന് ഞാൻ ഫുൾ എന്നെ പരീക്ഷിക്കാൻ അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കവറേജ് ഉള്ള രീതിയിൽ തന്നെയായിരുന്നു ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നത്. ഐ മേക്കപ്പും ഞാൻ ഒരു വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. എപ്പോഴും ഞാൻ ലൈനറായിരുന്നു എഴുതുന്നത്. ഇന്ന് ഞാൻ പിന്നെ കാജൽ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതെനിക്ക് ഇഷ്ടമായിട്ടോ. പിന്നെ ദേ ഹെയർ ജസ്റ്റ് ഒന്ന് ചേട്ടാനെ കൊണ്ട് സ്ട്രെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആൾക്ക് പനി ആയതുകൊണ്ട് പിന്നെ അധികം ഞാനങ്ങ് ബുദ്ധിമുട്ടിച്ചില്ല. ജസ്റ്റ് ഒന്ന് വലിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ അഴിച്ചിടണമെന്നുണ്ടായിരുന്നു, എങ്കിലും അതത്ര സെറ്റാവാത്ത പോലെ തോന്നിയത് കൊണ്ട് പിന്നെ ഞാൻ ബാക്കിലോട്ട് അങ്ങ് എടുത്ത് കെട്ടി വെച്ചു കേട്ടോ. എന്നിട്ട് ആ ഫ്രണ്ട് മാത്രം നന്നായിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ദേ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും റെഡിയായി. അപ്പോൾ 8:15 8:45 ഇടയിലായിരുന്നു കേട്ടോ നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ അവിടെ 8 മണിയൊക്കെ ആകുമ്പോൾ ചെല്ലണം. അപ്പോൾ തൊടുപുഴയ്ക്ക് അടുത്തുള്ള കാഞ്ഞാറ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തൊടുപുഴ കയറാണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ വഴി പോകുമ്പം മുട്ടം വഴി കാഞ്ഞാറിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞങ്ങൾ ആ ഒരു റൂട്ട് പിടിച്ചാണ് കേട്ടോ പോയത്. എൻ്റെ അമ്മായിയുടെ വീട് കാഞ്ഞാറായിരുന്നുകൊണ്ട് ഞാൻ കുഞ്ഞിലെ അവിടെ ഒരുപാട് തവണ പോയിട്ടുണ്ട്. അവിടുത്തെ ആറും സ്ഥലമൊക്കെ കാണാൻ നല്ല രസമാണ്. അതിന് ശേഷം ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ കാഞ്ഞാറ് പോകുന്നത്. അപ്പോൾ കാഞ്ഞാറ് ടൗണിൽ തന്നെ ഈ ഒരു 2nd ഫ്ലോറിലായിട്ടാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഇത് സ്പാർക്കിൾ ബ്യൂട്ടി സലൂൺ എന്നാണ് ഷോപ്പിൻ്റെ പേര്. എല്ലാ പാർലർ സർവീസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നമ്മൾ കറക്റ്റ് ഒരു 8 മണിയൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ ചേച്ചിയും ചേച്ചിയുടെ ഫാമിലിയും എല്ലാവരും നമ്മളെ വെൽക്കം ഒക്കെ ചെയ്തു. ഞാൻ ശരിക്കും താഴെ വന്നിട്ട് മേളിലേക്ക് ഇങ്ങനെ കയറി പോന്നു കേട്ടോ. ഞാൻ ചേച്ചീനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ചേച്ചി പെട്ടെന്ന് എന്നെ കണ്ടപ്പോഴത്തേന് സർപ്രൈസായി. അങ്ങനെ നമ്മൾ മേളിൽ ചെന്ന് പിന്നെ ചേച്ചിയായിട്ടും എല്ലാവരുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ കുറച്ച് പേരും കൂടി വരാനുണ്ടായിരുന്നു. അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാം അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ ലേറ്റ് ആയിട്ടാട്ടോ ഇറങ്ങുന്നത്. പക്ഷേ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതിനു ശേഷം എപ്പോഴും ഞാൻ നേരത്തെ ഇങ്ങനെ ഇറങ്ങിയതൊരു ശീലമായതുകൊണ്ട് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. നമ്മൾ നേരത്തെ തന്നെ അതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആദ്യമേ എടുത്തു. അതിനുശേഷം നമ്മൾ റിബൺ കട്ട് ചെയ്ത് ഷോപ്പ് ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമായി. അപ്പം ചേച്ചി ഞാനും കൂടെ ഒരുമിച്ചാണ് കേട്ടോ റിബൺ കട്ട് ചെയ്തത്. അപ്പോൾ ചേച്ചിയുടെയും കൂടെ ഞാൻ കട്ട് ചെയ്യാൻ പറഞ്ഞു. കാരണം എനിക്കറിയാം ചേച്ചിയുടെ എത്രത്തോളം എഫേർട്ട് ഈ ഒരു ഷോപ്പിന് പിന്നിലുണ്ടാവുമെന്ന്. ഒരുപാട് സ്വപ്നം കണ്ടായിരിക്കും ഓരോരുത്തരും ഓരോ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് ഒരു കട ഇടുക എന്ന് പറയുന്നതിന് പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. ഒരുപാട് സ്ട്രഗിൾസും ഹാർഡ് വർക്കും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ ഒരു ഷോപ്പ് ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ചേച്ചിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല
അടിപൊളിയായിട്ട് ഷോപ്പ് മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഓരോരുത്തരായിട്ട് തിരി തെളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരി തെളിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പിന്നെ ചോക്ലേറ്റ്സ് ലഡുവൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനും അഞ്ച് ചേച്ചിയും പിന്നെ ചേച്ചിയുടെ ചേച്ചിയായിട്ട് അനു ഞങ്ങൾ മൂന്നാൾ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കടയുടെ അകവശം കയറി കാണുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇന്റീരിയറൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം നല്ല നീറ്റായിട്ട് ഓർഗനൈസും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. അങ്ങനെ വന്നവരെല്ലാം ദേ കടയൊക്കെ കയറി കണ്ടു. അങ്ങനെ ഫസ്റ്റ് ദേ ചേച്ചി ത്രെഡ് ചെയ്ത് ഐശ്വര്യമായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിനെ തന്നെ ചെയ്തു കിട്ടു. എനിക്കിവരെ ത്രെഡ് ചെയ്യാനൊന്നും അറിയില്ലെങ്കിലും വെറുതെ പ്രഹസനം കാണിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ വെറുതെ നൂലെ പിടിച്ച് പ്രഹസനം കാണിക്കുന്ന കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നമ്മൾ വെറുതെ ഇങ്ങനെ ത്രെഡ് ചെയ്യുന്ന പോലെ കാണിച്ചാണ്. എനിക്ക് നൂലൊക്കെ പിടിക്കാൻ എനിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു, പണ്ട് എപ്പോഴോ പഠിച്ചതുകൊണ്ട്. അങ്ങനെ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറയുകയാണ് കേട്ടോ. എല്ലാവരും നല്ല സ്നേഹമായിരുന്നു കേട്ടോ, നല്ല കമ്പനി ആയിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പം തൊടുപുഴ കാഞ്ഞാറാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് വരുന്നത്. ഉറപ്പായിട്ടും ഇവിടെ ഉള്ളവർ വന്ന് ചേച്ചീനെ സപ്പോർട്ട് ചെയ്യണം. ചേച്ചിയുടെ വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയമൊക്കെ കിട്ടുന്ന സമയത്ത് ഉറപ്പായിട്ടും ഷോപ്പ് വിസിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചേച്ചിയുടെ അമ്മായിമ്മയോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇവിടെ നമുക്കൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ അടുത്ത് വീട്ടിലേക്കുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ പിന്നെ പോയത് വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ച് ഷോപ്പിൽ നിർത്തിയതാണ് കേട്ടോ. അങ്ങനെ അവർക്ക് കേക്കും ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ 2-3 ദിവസമായി ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട്. അപ്പോൾ വരുന്ന സമയത്ത് അവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. ഫ്ലാറ്റ് എടുത്തിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വർക്കിൻ്റെ സമയത്ത് ഞങ്ങൾ അവിടെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിട്ട് നമ്മൾ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇടയ്ക്ക് ഞങ്ങൾ അതുകൊണ്ട് അവിടെയും പകുതി ദിവസം ഇവിടെയാണ് കേട്ടോ. ഫ്ലാറ്റിൽ അത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് ശരിക്കും ആ ഒരു വീടിൻ്റെ ഫീല് വീട്ടിൽ വരുമ്പോഴേ കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മൾ ഫ്ലാറ്റിൽ നിൽക്കുമ്പം നമുക്ക് ആ ഒരു ഫീല് കിട്ടത്തേ ഇല്ല. എനിക്ക് ശരിക്കും വീട് തന്നെയാണ് താമസിക്കാൻ ഇഷ്ടം. കുറച്ച് സൗകര്യങ്ങളുണ്ടെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് എപ്പോഴും വീട്ടിൽ തന്നെയായിരിക്കും. അങ്ങനെ ശ്രീകുട്ടിന് കേക്ക് കൊടുത്തപ്പോഴത്തേനും അവൻ അതും കൊണ്ട് ഒരൊറ്റ ഓട്ടം കേട്ടോ. അവൻ മാളുവിനെ വിളിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. മാളു എന്ന് പറഞ്ഞ് കുറേ നേരം വിളിക്കുന്നുണ്ടായിരുന്നു. അവന് ചേച്ചിയും ഭയങ്കര കമ്പനിയായിട്ടും ആ നടുക്കഷ്ണത്തിനെയാണ് അവർ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുന്നത്. എന്നാലും അവനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ സിദ്ധു ചേട്ടാന്നൊക്കെ വിളിച്ചുകൊണ്ട് നടക്കും, കളിക്കാനൊക്കെ കൂട്ടും. എന്നാലും കമ്പനി മുഴുവൻ മാളുവിനോടാണ്. ഞാനും എൻ്റെ അനിയനും അങ്ങനെയായിരുന്നു കേട്ടോ. ഞാനും എൻ്റെ അനിയത്തിയും ചെറുപ്പത്തിൽ ഭയങ്കര വഴക്കായിരുന്നു. ഞാനും എൻ്റെ അനിയനുമായിരുന്നു ഭയങ്കര കമ്പനി. ഒരു പ്രായം വരെ ഞങ്ങൾ അങ്ങനെയായിരുന്നു. ഇപ്പം പിന്നെ നമ്മൾ സിബ്ലിങ്സ് തമ്മിൽ അങ്ങനെ എന്താ പറയുക, സ്നേഹക്കൂടുതൽ സ്നേഹക്കുറവൊന്നുമില്ല. അനിയനും എനിക്ക് എല്ലാം ഒരുപോലെയുള്ളൂ. പക്ഷെ കുഞ്ഞായിരിക്കുമ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. മേ ബി നമ്മളെക്കാളും 2-3 വയസ്സ് ഇളയതായിരുന്നു എൻ്റെ അനിയന്, അതുകൊണ്ടായിരിക്കും തോന്നുന്നു. അപ്പോൾ അങ്ങനെ അവർക്ക് കേക്ക് മേടിച്ചുകൊണ്ടാട്ടോ ഞാൻ വന്നത്. ക്യാരറ്റ് കേക്കായിരുന്നു. എനിക്കും ക്യാരറ്റ് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വേറെ ഒന്നും എനിക്കങ്ങനെ ബിസ്ക്കറ്റ് വാങ്ങാൻ തോന്നിയില്ല. കേക്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് കേക്ക് വാങ്ങി അത് മുറിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ഫുള്ള് കേക്കിൻ്റെ ബഹളമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നാളായി കേക്ക് കഴിച്ചിട്ട്. ചേട്ടായിക്ക് പിന്നെ അങ്ങനെ മധുരമൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ആൾ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ മധുരം ഇഷ്ടമില്ലാത്ത ആൾക്ക് ലഡു ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ആൾക്ക് പനിയും കൂടെ ആയിരുന്നു, അതുകൊണ്ട് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്ക് കുറച്ച് പനി ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ആളുടെ കൂടെ കിടന്ന് എനിക്ക് നല്ല പനിയായി. അപ്പോൾ പപ്പ അവിടെ ഇങ്ങനെ കൊതുകിനെ ഓടിക്കാൻ വേണ്ടി പേപ്പറോ ഇലയൊക്കെ ഇട്ട് പുകയ്ക്കുന്നുണ്ട്. ഇതെങ്കിൽ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. പിന്നെ ചെടികളെല്ലാം കൊണ്ടുവന്ന് നമ്മളത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വർക്കായിരുന്നു. അപ്പോൾ ഞാൻ വർക്കിന് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും. ഞങ്ങളുടെ റൂമിൽ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, അടുക്കി പെറുക്കിയൊക്കെ വെക്കാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചങ്ങോട്ട് പോയി. അപ്പോൾ ഇനി എന്തായാലും ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ മാളൂനെ കൊണ്ട് താഴത്തെ പറമ്പിൽ നിന്ന് ഒരു ചെടി പറിച്ചുകൊണ്ട് തരാമെന്ന് ചോദിച്ചു, എനിക്ക് ഫ്ലാറ്റിൽ കൊണ്ട് വെക്കാൻ. അപ്പോൾ ഫ്ലാറ്റിലെയും പരിപാടി തീർന്നില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫ്ലാറ്റിലെ എല്ലാം റെഡി ആക്കണം. നമ്മുടെ ബ്രൈഡിനെ ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലാറ്റിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്ലാറ്റിൽ കുറച്ച് പരിപാടികൾ തീർത്തിട്ട് ഇങ്ങോട്ട് വരാമെന്ന് ഓർത്തു. കാരണം ഇവിടെ പപ്പായൊക്കെ ഉള്ളതുകൊണ്ട് പപ്പായെല്ലാം ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പപ്പായും അമ്മയും കൂടെ ചേർന്ന് ഹാളും കിച്ചണും ബാക്കി എല്ലാം റെഡിയാക്കി. ഇനി നമുക്ക് നമ്മുടെ റൂമും ഒക്കെ ഒന്ന് വൃത്തിയാക്കി വീടൊന്ന് നീറ്റാക്കി എടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ചേട്ടായി വന്ന വാട കയറിയ റൂമിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. പിള്ളേർ ഫുൾ ടൈം ഇവിടെ വന്നിട്ട് ഇവിടെയാണ്. അവിടെ ആയിരിക്കുമ്പോഴങ്ങനെ ഞങ്ങളിങ്ങനെ വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ റൂമിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കും. ഇത് നമ്മുടെ കുഞ്ഞ് പൂച്ചയാണ് കേട്ടോ, നമ്മുടെ പുതിയ അതിഥി. എൻ്റെ കുഞ്ഞ് എന്നോട് പിണങ്ങി നടക്കുവാൻ തോന്നുന്നു. പറമ്പിൽ കൂടെ നടപ്പുണ്ടായിരുന്നു, ഞാൻ വിളിച്ചിട്ടൊന്നും വന്നില്ല. പക്ഷേ ഈ കുഞ്ഞിപ്പൂച്ച വന്നിട്ട് എൻ്റെ മടിയിൽ കയറി ഇരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവളെയും കൊഞ്ചിച്ച് അവിടെ അങ്ങ് ഇരിക്കാമെന്ന് വിചാരിച്ചു. അതിനെയും കൊഞ്ചിച്ചിരുന്നു. അത് അവസാനം അവിടെ ഇരുന്നിരുന്നിരുന്ന് ഉറങ്ങിപ്പോയി എൻ്റെ മടിയിൽ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചായ കുടിച്ചൊക്കെ ഇരിക്കാൻ നല്ല രസമായിട്ട്. ഇവിടെ വീട്ടിൽ വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട് ഈ തിണ്ണയാണ്. നല്ല തണുപ്പാണ് ഇവിടെ, ചുറ്റും റബ്ബർ തോട്ടവും മരങ്ങളും ഒക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കാനും നല്ല രസമാണ്. ശരിക്കും ഞങ്ങളിങ്ങനെ ഉള്ളിലോട്ടുള്ള വീട്ടിൽ വർഷങ്ങളായിട്ട് താമസിച്ച് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ.
ഞങ്ങൾക്ക് കുറച്ചിങ്ങനെ പീസ്ഫുള്ളായിട്ട് ഒച്ചയനക്കവും വണ്ടിയുടെ സൗണ്ടും ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് കൂടുതലിഷ്ടം. എനിക്ക് ഫ്ലാറ്റിനേക്കാളും കൂടുതൽ താമസിക്കാനും ഒക്കെ അതുകൊണ്ട് ഇവിടെ തന്നെയാണ് ഇഷ്ടം. പിന്നെ അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് കാട് പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പ അതെല്ലാം തെളിച്ച് നല്ല നീറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മുല്ലയും അതുപോലെ ഇത് ഹൈഡ്രാഞ്ചിയാൻ തോന്നുന്നു, പൂവില്ലാത്തത് കൊണ്ട് അറിയില്ല, ഇല കണ്ടിട്ട് അങ്ങനെയാണ് തോന്നണേ. അപ്പം ഞാൻ കുറച്ച് ചെടിയുടെ കമ്പ് ഇവിടെ നിന്ന് പറിച്ച് ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പം 3 പേരും എൻ്റെ ചിങ്കിടികളായിട്ട് പുറകെ കൂടിയിട്ടുണ്ട്. ചെടി പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രീകുട്ടിനെ വിളിച്ചുകൊണ്ടാട്ടോ വന്നത്. അപ്പോൾ പുറകിലായിട്ട് നമുക്കൊരു കറിവേപ്പൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ടാങ് ഉണ്ടായിരുന്നു, അതും കൊണ്ട് നമ്മളിവിടെ വെച്ചിട്ട് നമ്മുടെ ബ്രൂഡോച്ച് ഇവിടെ നിന്നിട്ട് എന്നെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. കാരണം ഇവിടെ അടുക്കളയുടെ സൈഡിലാണ് ഇവനെ കെട്ടിയേക്കുന്നത്. അവിടെ ഷെഡ് പോലെ ഉണ്ട് അവിടെ. അപ്പം അത് ചാക്കൊക്കെ വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, മഴ നനയൊന്നുമില്ല. അപ്പം ആൾക്ക് കളിക്കാനും പറ്റും, എപ്പോഴും ഞങ്ങളെ കാണാനും പറ്റും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞി അതിൽ നടന്നു വരുന്നു. വിളിച്ചിട്ടൊന്നും വന്നില്ല കേട്ടോ. എന്നെ കണ്ടപ്പോൾ പിണക്കായെന്ന് തോന്നുന്നു. 2-3 ദിവസം ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ എൻ്റെ അടുത്തേക്ക് വരത്തേ ഇല്ല കേട്ടോ. കുറേ നേരം മാറി നടക്കും, പിന്നെ എടുത്ത് കൊഞ്ചിച്ചൊക്കെ കഴിയുമ്പോഴേ എൻ്റെ അടുത്ത് വരത്തുള്ളൂ. അപ്പം ഈ നമ്മുടെ വീടിന് പുറകിലത്തെ റംബൂട്ടാന്മാരാണ് കേട്ടോ. ഇവിടെ വന്നപ്പം ആദ്യം എൻ്റെ കണ്ണിലുടക്കിയത് ഈ റംബൂട്ടാന്മാരായിരുന്നു. റംബൂട്ടാൻ സീസൺ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് മുറ്റത്ത് തന്നെ ഉള്ളത് കൊണ്ട് ഇവിടെ നിന്ന് പറിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കുറേ കായ്ച്ച് നിൽപ്പുണ്ട്. അപ്പം നമ്മുടെ പുതിയ വീട്ടിലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങളുമായിട്ട് എന്താണെങ്കിലും ഞാൻ ഉടനെ വരാട്ടോ. അപ്പോൾ നമ്മളെ വീട് ഇങ്ങനെ പതുക്കെ ഓരോന്ന് ചെയ്ത് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അപ്പോൾ തൊട്ടടുത്തൊന്നും വീടില്ലാന്നുണ്ടെങ്കിലും ജസ്റ്റ് ഇങ്ങനെ മേലോട്ട് കയറിക്കാൻ നമുക്ക് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീട് ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്ന വീടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എന്തായാലും നമുക്കൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.